നേപ്പാളിൽ പ്രതിഷേധം അങ്ങേയറ്റം രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നേപ്പാളിൽ എന്തിനാണ് ഈ ജെൻസി കുട്ടികൾ പ്രതിഷേധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഒരു അട്ടിമറിയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അമേരിക്കയാണ് എല്ലാവരും സംശയം മുന്നിൽ നിർത്തുന്നത്. പ്രതിഷേധം അവസാനിക്കുന്നില്ല. ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾ കൂട്ടത്തോടെ നിരോധിച്ചതുകൊണ്ടാണ് ഈ പ്രതിഷേധം അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ആദ്യം മനസ്സിലാക്കിയത്. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് നേപ്പാൾ സർക്കാർ പിന്മാറി. എന്നിട്ടും പ്രതിഷേധം തണുക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാരിനെ ഇപ്പോൾ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ഇന്ത്യയും ചൈനയും അടുത്ത ഈ ഒരു സാഹചര്യത്തിൽ നേപ്പാൾ വഴി ഒരു ട്രേഡ് റൂട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഉണ്ട്. അങ്ങനെയുള്ളൊരു ട്രേഡ് റൂട്ട് നേപ്പാളിൽ ഇപ്പോഴിരിക്കുന്ന സർക്കാരിനെ കൊണ്ട് അടയ്ക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് ഒരു റെജീം ചേഞ്ചിന് നേപ്പാളിൽ അമേരിക്ക തയ്യാറായേക്കും. ഇതൊക്കെ സൂചനകളാണ്. ഒരു ജപ്പാനിലെ ഒരു ക്ലാസിക് ഉദാഹരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ പങ്കിട്ടതാണ്. ജപ്പാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയതിനു ശേഷം ജപ്പാനിൽ അവിടെയുള്ള പ്രധാനമന്ത്രി രാജിവെച്ചു. ആ രാജിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ ഒരു പപ്പറ്റ് സർക്കാർ ഇവിടെ എന്നുള്ളതാണ്. ആ പ്രധാനമന്ത്രി രാജിവെച്ചു. ബംഗ്ലാദേശിൽ ഭരണം മാറി. ഇപ്പോൾ ഇതാ നേപ്പാളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ നേപ്പാളിൽ പ്രതിഷേധക്കാർ പാർലമെന്റ് കൈയടക്കാൻ കഴിഞ്ഞ ദിവസം ശ്രമിച്ചിരുന്നു, എന്നാൽ അത് നടന്നില്ല. എന്നാൽ ഇന്ന് അതിലവർ വിജയിച്ചു. ഈ പാർലമെന്റിലേക്ക് ഈ പ്രതിഷേധക്കാർ അതിക്രമിച്ചു കയറി. ഇപ്പോഴിതാ സർക്കാർ അവിടെ ഉത്തരവിട്ടിരിക്കുന്നത് കണ്ണിൽ കാണുന്നിടത്ത് വെച്ച് ഇവരെല്ലാം വെടിവെച്ച് കൊല്ലാനാണ്. ഇവരെല്ലാം വെടിവെച്ച് കൊല്ലാനായിട്ട് ഉത്തരവിട്ട ശേഷം 20 പേരാണ് അവിടെ വെടിയേറ്റ് മരിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. സോഷ്യൽ മീഡിയ നിരോധിച്ചപ്പോൾ യുവതലമുറ ഈ പ്രതിഷേധം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. പക്ഷേ ഇതങ്ങനെയല്ല ഈ പ്രതിഷേധമെന്ന് നേപ്പാൾ സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം എല്ലാം ഈ പ്രതിഷേധക്കാർ നേപ്പാൾ സർക്കാരിനെതിരെ ആയുധമാക്കുന്നുണ്ട്. വലിയ ജനരോഷമാണ് ഉയർന്നു വരുന്നത്. സോഷ്യൽ മീഡിയ നിരോധനം യുവാക്കളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നേരിട്ട് ബാധിച്ചു. ഇത് ആക്രമണത്തിന് ആക്കം കൂട്ടി. നേപ്പാളിൽ പൊതുജന രോഷത്തിൻ്റെ തീജ്വാലയ്ക്കൊക്കെ ഇത് കാരണമായെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ എഴുതുന്നത്. പക്ഷേ ആ നിരോധനം നീക്കിയിട്ടും ഈ പ്രതിഷേധം തുടരുകയാണെങ്കിൽ അത് എന്തർത്ഥത്തിലാണ് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴുണ്ട്. എന്തായാലും ലക്ഷക്കണക്കിന് പ്രതിഷേധക്കാരാണ് ഇപ്പോഴും തലസ്ഥാനത്ത് പ്രകടനം നടത്തുന്നത്. പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് അവർ ഇടിച്ചു കയറി. കണ്ട ഉടനെ വെടിവെക്കാൻ സർക്കാർ സുരക്ഷാ സേനയോട് ഉത്തരവിട്ടതോടുകൂടി സ്ഥിതിഗതികൾ കൂടുതൽ സംഘർഷഭരിതമായി. പോലീസ് റബ്ബർ ബുള്ളറ്റുകൾ പ്രയോഗിച്ചിരിക്കുകയാണ്. 20 പ്രതിഷേധക്കാർ മരിച്ചു, 250-ലധികം പേർക്ക് പരിക്കേറ്റു. സ്ഥിതി കൂടുതൽ വഷളായി. കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രതിഷേധക്കാരെ ബലപ്രയോഗത്തിലൂടെ നേരിടാനുള്ള മാനസികാവസ്ഥയിലാണ് നിലവിൽ അവിടുത്തെ സൈന്യമുള്ളത്. നിരവധി ആളുകൾ സർക്കാർ കെട്ടിടത്തിലേക്ക് ഇപ്പോഴും മാർച്ച് ചെയ്യുകയാണ്. സുരക്ഷാ സേനയും സർക്കാരും തമ്മിൽ സംഘർഷങ്ങളും രൂക്ഷമായിട്ടുള്ള വാക്പോരുകളും ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. റബ്ബർ ബുള്ളറ്റുകളും കണ്ണീർ വാതകവും പ്രയോഗിക്കുകയും വെടിയുതിർക്കുകയും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ശ്രദ്ധേയമായ കാര്യം, യുവതലമുറ സ്വമേധയാ അതിൽ ചേർന്നു എന്നുള്ളതാണ്. കോളേജ് വിദ്യാർത്ഥികളുണ്ട്, ഇതിൽ യുവ ആക്ടിവിസ്റ്റുകളുണ്ട്, സോഷ്യൽ മീഡിയ സ്വാധീനമുള്ളവർ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നു. ഇവരെല്ലാവരെയും ചേർത്താണ് ജെൻ സി എന്ന് പറയുന്നത്. ഇനി നേപ്പാളിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ വിദേശ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിരോധിക്കാൻ നേപ്പാൾ സുപ്രീം കോടതിയിൽ ഒരു കേസിൽ ഉത്തരവിട്ടിരുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ സർക്കാർ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സപ്പ് തുടങ്ങിയ കമ്പനികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ നോട്ടീസ് അയച്ചത്. 7 ദിവസത്തേക്ക് നോട്ടീസിൽ മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് അവർ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ നേപ്പാളിൽ നിരോധിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ പ്രതിഷേധം നയിക്കുന്നതാരാണ്? ഇത് 36 വയസ്സുള്ള സുഡാൻ ഗുറുങ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രതിഷേധം നയിക്കുന്നത്. സെപ്റ്റംബർ 8 നടന്ന ഈ പ്രതിഷേധ റാലിക്കായി യുവാക്കളെ സംഘടിപ്പിച്ചതും ദശലക്ഷക്കണക്കിന് യുവാക്കളെ നേപ്പാളിലെ തെരുവുകളിലേക്ക് ഇറക്കിവിട്ട ആഹ്വാനം നടത്തിയതും ഈ ഒരു വ്യക്തിയാണ്. അതായത് ഇയാളുടെ പേര് സുഡാൻ ഗുറുങ് എന്നാണ്. ഇയാളെയാണ് സർക്കാർ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അഴിമതി, സാമ്പത്തിക അസമത്വം, ദുർഭരണം എന്നിവയ്ക്കെതിരെ ഒരു തീപ്പൊരിയായിട്ടാണ് ഇയാൾ അവിടെ ജ്വലിക്കുന്നത് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളടക്കം എഴുതുന്നത്. ഹാമി നേപ്പാൾ എന്ന NGOയുടെ സ്ഥാപകനാണ് ഈ സുഡാൻ ഗുരുങ് എന്ന് പറയുന്നത്. യുവാക്കളുടെ രോഷം തിരിച്ചറിഞ്ഞ് അതിനൊരു വേദി ഒരുക്കി നേപ്പാളിലുടനീളം വിവിധ ശൃംഖലകളിലൂടെ അദ്ദേഹം ഈ രോഷത്തിൻ്റെ ജ്വാലകൾ ആളിക്കത്തിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടുകയും ദിശാബോധം നൽകുകയും ചെയ്ത സംഘടനയായിട്ടുള്ള ഹാമി നേപ്പാൾ 2015 ആരംഭിച്ചത്. എന്നാൽ അതിൻ്റെ രജിസ്ട്രേഷൻ 20 നടന്നു. 2020 36-കാരനായിട്ടുള്ള ഗുരുങ് പ്രകൃതി ദുരന്തങ്ങളിൽ സഹായം നൽകുന്ന ഒരു NGO, ഒരു ആക്ടിവിസ്റ്റായാണ് അവിടെ വിലസുന്നത്. അന്താരാഷ്ട്ര ധനസഹായം സ്വീകരിക്കുന്നു ഇയാൾ. സഹോദരന്മാരെ, സെപ്റ്റംബർ 8 നേപ്പാളിലെ യുവാക്കളായ ഞങ്ങൾ നമ്മുടെ ശബ്ദം ഉയർത്തുകയും ആ ശബ്ദം അടിച്ചമർത്താൻ വരുന്നവർക്കെതിരെ പോരാടുകയും ചെയ്യണമെന്നാണ് ഇയാൾ അവിടെ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.